മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനാതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്താൻ വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഡ്രോൺ ഓപ്പറേറ്റിംഗ് ഏജൻസികളുമായി കരാറിൽ ഏർപ്പെടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ നൽകും. ജയശങ്കർ, ഗുഡ് ഈവനിംഗ്. ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി നമ്മൾ നാളുകളായി ചർച്ചയിലാണ്. ഈ ഒരു ഡ്രോൺ പരിശോധനയിലൂടെ കുറേയെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? ഒപ്പം തന്നെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചത്? അതായത് മനുഷ്യ വന്യജീവി സംഘർഷവുമായി അത് ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത അധികാരികളുടെ യോഗം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് വനാതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ ക്രമീകരണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ഡ്രോൺ വിതരണം ചെയ്യുന്ന ഏജൻസികളുമായി മറ്റും കരാർ ഏർപ്പെടാനുള്ള നടപടികൾ വനം വകുപ്പ് ഇതിനോടകം തന്നെ ആരംഭിച്ചു. ഒപ്പം തന്നെ ഈ പ്രധാനമായും ഈ മനുഷ്യ വന്യജീവി സംഘർഷമുള്ള ഹോട്ട്സ്പോട്ടുകളിലായിരിക്കും ഇത്തരം നിരീക്ഷണം ഉണ്ടാകുക. ഉടൻ തന്നെ ഈ ഡ്രോണുകൾ വാങ്ങി നിരീക്ഷണം ആരംഭിക്കാനാണ് വനം വകുപ്പിൻ്റെ ഒരു നീക്കം. ഇത് അധികം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നൊരു നിലപാട് വനം വകുപ്പ് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാര പാതയിലും ഇത്തരം പരിശോധനകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ ആദിവാസികളുടെ അറിവ് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്നൊരു യോഗത്തിൽ ധാരണയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുമായി വനം മന്ത്രി ചർച്ച നടത്താനുള്ളൊരു ധാരണയുമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ തീയതിയും മറ്റും വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം യോഗത്തിലുണ്ടായ ചില തീരുമാനങ്ങളും അത് ബന്ധപ്പെട്ട തുടർ നടപടികളുമാണ് ഈ യോഗത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. എന്തായാലും വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കർമ്മപദ്ധതികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ച കർമ്മപദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്കാണ് നിലവിൽ കടന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങൾ വീണ്ടും ചേരും. ഇതിൽ കൃത്യമായി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന വനം മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകും. ശരി. തുടർച്ചയായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം എന്നോണമാണ് വനംവകുപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വനാതിർത്തികളിൽ ഡ്രോൺ പരിശോധന നടത്താനാണ് വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.